ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ യാത്ര ദ ജ്വൽ ഓഫ് ദ നീൽഗിരീസ് എന്നറിയപ്പെടുന്ന കൂണൂറിലേക്കാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടിൽ നിന്നുമാണ്. പാലക്കാടിൽ നിന്നും 4 hours ആണ് കൂണൂറിലേക്ക് എത്താൻ എടുക്കുക. ആക്ച്വലി ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകാനാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞു അവന് ഊട്ടി കാണണ്ട, കണ്ടുമടുത്തെന്ന്. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിൽ നിന്നും വെറും 20 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന കൂണൂർ എന്ന മനോഹരമായ ഹിൽ സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചു. ഞങ്ങൾ ആദ്യം പോയത് കാറ്ററി പാർക്കിലേക്കായിരുന്നു. അവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് 20 റുപ്പീസ് ആണ്. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഗാർഡനും പിന്നെ പാർക്കുമാണ്. ഗാർഡനിൽ നിന്ന് നോക്കിയാൽ കൂണൂർ ടീ പ്ലാന്റേഷൻസിൻ്റെ മനോഹരമായൊരു വ്യൂ നമുക്ക് കാണാം. കോട നിറഞ്ഞ തേയിലത്തോട്ടങ്ങളെ ആരായാലും നോക്കി നിന്ന് പോവും. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ചെറിയൊരു പാർക്കും അവിടെയുണ്ട്. അവിടെ കുറെ കുരങ്ങുകളുണ്ടായിരുന്നു. കയ്യിൽ ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ പെട്ടുപോയേനെ. ഫോണും കൊണ്ട് കുരങ്ങ് പോകുമോ എന്ന് പേടിയുള്ളത് കൊണ്ട് കുരങ്ങിനെ ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല. അവിടെ നിന്ന് ടോയ് ട്രെയിനിനെയും കാണാൻ പറ്റി. നിങ്ങൾക്കും ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ട്രെയിൻ അതിലൂടെ പോയേക്കാം. കാറ്ററി പാർക്കിൽ നിന്നും സിംസ് പാർക്കിലേക്ക് പോകുമ്പോൾ റോഡ് സൈഡ് നമുക്ക് ഈ വാട്ടർഫാൾസ് കാണാൻ പറ്റും. അടുത്തതായി നമ്മൾ പോകുന്നത് സിംസ് പാർക്കിലേക്കാണ്. ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് 40 റുപ്പീസ് ആണ്. 28 ഏക്കേഴ്സ് നീണ്ടു കിടക്കുകയാണ് ഈ പാർക്ക്. അതുകൊണ്ട് തന്നെ കയറുമ്പോൾ മാപ്പ് നോക്കി നടക്കുന്നതാവും നല്ലത്. ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ, ബോട്ടിംഗ് ആൻഡ് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ബോട്ടിങ്ങിന് 4 പേർക്ക് 10 മിനിറ്റ്സിന് 100 റുപ്പീസും 2 പേർക്ക് 10 മിനിറ്റിന് 50 റുപ്പീസുമാണ് ചാർജ് ചെയ്യുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത് ഗ്ലാസ് ഹൗസ് ആണ്. ഊട്ടി ബൊട്ടാനിക്കൽ ഗാർഡനിൽ കാണുന്നത് പോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഇവിടെയും കാണാം. ഇവിടെ കുറേ റയർ ട്രീസ് ഉണ്ട്. അതിൻ്റെ പേരും വായിച്ച് നമുക്കിങ്ങനെ നടക്കാം. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് വെല്ലിംഗ്ടൺ ലേക്കിലേക്കാണ്. ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് 10 റുപ്പീസ് ആണ്. ബോട്ടിങ്ങിന് 50 റുപ്പീസും. ലേക്കിൻ്റെ ടൈമിംഗ് വരുന്നത് മോർണിംഗ് 10 to 1 ഈവനിങ് 3 to 6 ലേക്കിൻ്റെ സൈഡിൽ കൂടെ ലേക്കിൻ്റെ വ്യൂവും കണ്ട് നമുക്കങ്ങനെ നടക്കാം. ഇവിടെ ഡക്സ്, റാബിറ്റ്സ് അതൊക്കെ ധാരാളം കാണാം. ലാംസ് റോക്ക് പോണ വഴിക്കുള്ള ഒരു ഫോട്ടോ പോയിന്റ് ആണ് ഇത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ലാംസ് റോക്കിലേക്കാണ്. ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് 20 റുപ്പീസ് ആണ്. ടിക്കറ്റ് കൗണ്ടറിൽ
നിന്നും വ്യൂ പോയിന്റിലേക്ക് കുറേ സ്റ്റെപ്സ് കയറാനുണ്ട്. ഇടയ്ക്ക് വിശ്രമിക്കാൻ കുറേ സ്ഥലങ്ങളുമുണ്ട്. നട്ടുച്ചയ്ക്കും ഇവിടെ കോട കാണാം. നല്ല വെതറായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് വളരെ മനോഹരമായതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെപ്സ് കയറുന്നതിനിടയ്ക്ക് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് നടക്കാം. ഫുൾ കോടയായതുകൊണ്ട് കുറേ നേരം നിന്നിട്ടും ഒന്നും കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് 30 റുപ്പീസ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് കാത്രീൻ വാട്ടർഫാൾസിന്റെ ഒരു വ്യൂ കൂടെ കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ കുന്നൂർ യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.